പുതിയ മദ്യ ബ്രാൻഡിന് പേരും ലോഗോയും നിർദ്ദേശിക്കുന്നവർക്ക് സമ്മാനം നൽകാമെന്ന പരസ്യത്തിൽ കൈയൊഴിഞ്ഞ് ബെവ്കോ. പരസ്യം നൽകിയത് തങ്ങളല്ലെന്ന് ബെവ്കോ ഹൈക്കോടതിയിൽ. നിലവിൽ മദ്യോൽപാദനത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ പുതിയ ബ്രാൻഡിന് പേരിടാൻ മത്സരമെന്ന ചോദ്യം ഉദിക്കുന്നില്ലെന്നും ബെവ്കോയുടെ സത്യവാങ്മൂലം. എം ജി പ്രതീഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. എം ജി പ്രതീഷ്, നേരത്തെ ഈ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത് ഇങ്ങനെ പേര് നിർദ്ദേശിക്കുന്നതിലൂടെ ഉപഭോഗം വർദ്ധിക്കില്ലേ മദ്യത്തിന്റെ എന്നൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ സത്യവാങ്മൂലം നൽകാനുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൽ കൈയൊഴിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. തങ്ങളെല്ലാം അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരസ്യത്തിന് നിർദ്ദേശം കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ആരാണ് അതിന്, ആ ചോദ്യം കൂടി ബാക്കിയാകില്ലേ, ആരാണ് ഇതിന് നിർദ്ദേശം നൽകിയതെന്നുള്ളത്? ശ്രുതി, തീർച്ചയായും മദ്യത്തിന് പേരിടാൻ മത്സരം സംഘടിപ്പിച്ച ബെവ്കോ ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ള ഒരു സത്യവാങ്മൂലം ഇപ്പോൾ ഹൈക്കോടതിയിൽ ബെവ്കോ നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നതാണ് ഈ സത്യവാങ്മൂലത്തിൽ ബിവറേജസ് കോർപ്പറേഷൻ പറയുന്നത്. ബെവ്കോ ഉൽപാദനത്തിൽ, നിലവിൽ മദ്യ ഉൽപാദനത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഹൈക്കോടതിയിൽ ബെവ്കോ നൽകിയിരിക്കുന്നത്. അതിനാൽ പുതിയ ബ്രാൻഡിന് പേരിടാനുള്ള മത്സരത്തിന്റെ ചോദ്യം ഉദിക്കുന്നില്ല എന്നുകൂടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ വന്ന പൊതുതാൽപര്യ ഹർജിയിലായിരുന്നു ബെവ്കോയ്ക്കും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ആ നോട്ടീസിന് മറുപടിയായാണ് ഇപ്പോൾ ഒരു സത്യവാങ്മൂലം ബെവ്കോ സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ ഇത് പരസ്യമായി ഉൾപ്പെടെ പുറത്ത് വന്നതാണ്. ഈ ജവാൻ ബ്രാൻഡിക്ക് പിന്നാലെയായിരുന്നു പുതുതായി മലബാർ ഡിസ്റ്റിലറീസ് തുടങ്ങുന്ന ബ്രാൻഡിക്ക് ഒരു പേരിടാൻ മത്സരം സംഘടിപ്പിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം വലിയ പ്രചാരം അതിന് ലഭിച്ചിരുന്നു. ഒരേ സമയം വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുറത്ത് വന്നതാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ നടപടികളുമായി ബെവ്കോ മുന്നോട്ട് പോയിരുന്നു. ഒപ്പം ഈ മലബാർ ഡിസ്റ്റിലറീസിൽ ബ്രാൻഡിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം ഉൾപ്പെടെ ഒരു അന്തിമ ഘട്ടത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം ഒരു കേസായി, ഒരു പൊതുതാൽപര്യ ഹർജിയായി എത്തുന്നതും അതിൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ നേരത്തെ സ്വീകരിച്ച അതിൽ നിന്ന് ഇപ്പോൾ ബിവറേജസ് കോർപ്പറേഷൻ പിന്നോട്ട് പോകുന്നതും തങ്ങൾക്ക് അതുമായി ഒരു ബന്ധവുമില്ലെന്ന് കൂടി ഇപ്പോൾ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നതും. ശരി, എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.